പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായി തീരുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ഇടയിൽ ജീവനുള്ള ദൈവമുണ്ട് എന്ന് അറിയുന്നത് എപ്പോഴാണ്? അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസവേളകളിലെ, ദുഃഖവേളകളിലെ, ആവശ്യ സമയങ്ങളിലെ അതിന്മേതെ പ്രവർത്തിക്കുന്ന അതിൽ അത്ഭുതം കാണുവാൻ, അതിൽ ജയം കണ്ടെത്തുവാൻ, ആ സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്ന ആ സമയത്തിനെയാണ് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം ഒരിക്കലും നടക്കാത്ത കാര്യത്തിന്മേൽ ഒരത്ഭുതം കാണുമ്പോൾ നമ്മൾ പറയും മനസ്സിലാക്കും, ഇവിടെ ജീവനുള്ള ദൈവമുണ്ട്, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന, എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, സകലത്തിന്മീതെ പ്രവർത്തിക്കുന്ന അപ്പനാണെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം നോക്കുമ്പോൾ ഒരു നയമാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. എല്ലാം ഉണ്ട്, ഒരു കുറവുമില്ല, പക്ഷേ അവൻ കുഷ്ഠരോഗിയാണ്. നമുക്കറിയാമല്ലോ, കുഷ്ഠരോഗം ബാധിച്ചവരെ മാറ്റി നിർത്തുന്ന സന്ദർഭം ആ സമയമായിരുന്നു. എങ്കിലും ഇവൻ പരാക്രമശാലിയും മാന്യനും മഹാനും എല്ലാമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, പലപ്പോഴും പല ജീവിതത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരു കുറവ് ആ ഒരു കുറവ് മാറ്റിത്തരുമ്പോഴാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നയമാന്റെ ഭവനത്തിൽ കാണാം നമുക്കാണെങ്കിൽ ഒരു അടിമ പെൺകുട്ടി കടന്നു വന്നതായിട്ട്. ആ അടിമ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ അവൾ തൻ്റെ യജമാനത്തിയോടെ, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു ചെറിയ പെൺകുട്ടി, അടിമ പെൺകുട്ടി കടന്നു വന്ന് തൻ്റെ യജമാനന്റെ ആ കുഷ്ഠരോഗം സൗഖ്യമാകുവാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചു പറയുകയാണ്. അവിടെ വരെ ഒന്ന് ചെന്നെങ്കിൽ, ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നെങ്കിൽ ആ കുഷ്ഠരോഗം മാറും. അവൾ എങ്ങനെയെങ്കിലും കേട്ടും എങ്ങനെയെങ്കിലും അനുഭവിച്ചൊക്കെ മനസ്സിലാക്കിയതായിരിക്കും ആ പ്രവാചകന്റെ അടുക്കൽ പോയാൽ അവിടെ സൗഖ്യം കിട്ടുമെന്ന്. പ്രിയ മക്കളെ, ഇതുപോലെയാണ് പലരിലൂടെയും പലരും കേട്ടറിഞ്ഞ് യേശു ഉണ്ട്, കർത്താവ് വിടുവിക്കുന്ന അപ്പനാണെന്ന് അറിയണം. നാം വിശ്വസിക്കുന്ന അപ്പൻ വിടുവിക്കുന്ന അപ്പനാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ആ അടിമ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് പിന്നീട് നയമാൻ പ്രവാചകന്റെ അടുക്കലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ ഓരോന്നോരോന്നായി വായിച്ചു നോക്കുമ്പോൾ ഈ അടിമ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് അവ ആ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയുകയാണ്. നോക്കൂ, 8-ാം വാക്യത്തിൽ കാണാം, ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ ഏലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ച്, നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്തേ? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകമുണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു. നോക്കൂ, അതിനു മുന്നേ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കലേക്ക് എഴുത്തൊക്കെ കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നെന്ന് എഴുത്തൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ എന്താ ഞാൻ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഒരാളെ
എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാൻ ഞാൻ ദൈവമോ? ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അപ്പൻ ആരാ പ്രിയ മക്കളെ? ആരുടെ അടുക്കലേക്ക് വിടണമോ അവരുടെ അടുക്കലേക്ക് വിടുമ്പോഴാണ് അവിടെ വിടുതൽ അനുഭവിപ്പാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. എലീശ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എലീശ പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, 10-ാം വാക്യത്തിൽ, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. പക്ഷേ നോക്കൂ 11-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ, ഹല്ലേലൂയ, ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെയൊക്കെ വിചാരം ഇതാ, ഹല്ലേലൂയ, ഒന്ന് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ദേവദാസന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴേക്ക് ഉടനെ നമുക്ക് സൗഖ്യമാകുമെന്നുള്ള ആ ഒരു വിചാരമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള. ഇതുപോലെ തന്നെയാണ് ഈ നയമാനും വിചാരിച്ച് ഈ, ഹല്ലേലൂയ, എലീശയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എനിക്കങ്ങ് കുഷ്ഠരോഗം മാറുമെന്ന. പക്ഷേ എലീശ പ്രവാചകൻ എന്താ പറഞ്ഞേ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങണം. പക്ഷേ യജമാനൻ, ഹല്ലേലൂയ, നയമാൻ പറയാണ്, നോക്കൂ, നല്ല, ഹല്ലേലൂയ, നദികളായ അബാനിയും പർപ്പിലും എല്ലാം ഞങ്ങളുടെ ദേശത്തുള്ളപ്പോൾ, നല്ല വെള്ളമൊക്കെ ഉള്ളപ്പോൾ എന്താ ഈ കലക്കവെള്ളത്തിൽ ഞാൻ പോയി മുങ്ങുന്നേ? പലപ്പോഴും നമ്മളും ഇതുപോലെ പറയുന്നതൊന്നും അനുസരിക്കത്തില്ല. ഹല്ലേലൂയ, ഇതിലും നല്ലത് ഞങ്ങളുടെ അവിടെയുണ്ട്, ഇതിലും കൂടിയതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഉള്ള വാക്തത്വങ്ങൾ, ഹല്ലേലൂയ, അനുസരിക്കേണ്ടതൊക്കെ നമ്മൾ വിട്ടുകളയും. പക്ഷെ ഇവിടെ നോക്കൂ, ഹല്ലേലൂയ, എന്നിട്ടും തൻ്റെ ഭൃത്യന്മാരൊക്കെ വന്ന് പറഞ്ഞു, നോക്കൂ, നീ ഒന്ന് ചെയ്തു നോക്കും. അതായത് 13-ാം വാക്യത്തിൽ, എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ചു ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. നോക്കൂ പ്രിയ മക്കളെ, നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ അവിടെ വിടുതല. അതുപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നോക്കുമ്പോൾ നിങ്ങൾ കോരി, അതായത് വെള്ളം നിറപ്പിൻ, നിങ്ങൾ ആ കൽപാത്രത്തിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അവര് അത് അനുസരിച്ചത് കൊണ്ടാ, അവരത് ചെയ്തത് കൊണ്ടാണ്, ഹല്ലേലൂയ, അവിടെ ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എല്ലാവർക്കും കൊടുക്കുവാൻ സാധിച്ചത്. ഇവിടെ അനുസരിക്കുമ്പോഴാണ് പലരും വിടുതൽ കണ്ടത്. ഹല്ലേലൂയ, 7 പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. ഹല്ലേലൂയ, പ്രിയ മക്കളെ, പറയുന്നത് അനുസരിച്ചാൽ അവിടെ ദൈവ വിടുതല, നമ്മുടെ ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 15-ാം വാക്യത്തിൽ പറയുക, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു, ഹല്ലേലൂയ, പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പലപ്പോഴും നമ്മളെ, ഹല്ലേലൂയ, സന്തോഷം, നമ്മുടെ ജീവിതത്തിലെ വിടുതലൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും, ഹല്ലേലൂയ, അവർക്ക്, ഹല്ലേലൂയ, അതായത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഹല്ലേലൂയ, ഇവിടെ അതുപോലെ തന്നെ നയമാൻ കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. ഹല്ലേലൂയ, പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈക്കൂലി വാങ്ങുന്നവരോ, നമ്മൾ ചെയ്തു കൊടുത്തതിന് കൂലി വാങ്ങി അതൊക്കെ ചെയ്യുന്നവരായിട്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, ഹല്ലേലൂയ, ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ വീര്യപ്രവൃത്തികളെ, അത്ഭുതങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ നോക്കൂ, 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, അതിൻ്റെ 17-ാം വാക്യത്തിൽ, എന്നാൽ 2 കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹനനയാകവും കഴിക്കില്ല. അവൻ വിടുതൽ പ്രാപിച്ചിട്ട് അവൻ വിടേണ്ടതൊക്കെ അങ്ങ് വിടാനാണ് അവൻ ശ്രമിച്ചത്. പിന്നെയും പഴയതിലേക്ക് അവൻ പോയില്ല, വിടേണ്ടതെല്ലാം വിട്ട്, ഹല്ലേലൂയ, എന്നിട്ട് പറയാ, ഹോമയാകും ഹനനയാകും ഇനി അന്യ ദൈവങ്ങൾക്ക് കഴിക്കില്ല. ഹല്ലേലൂയ,
പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞ് ആ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരു ദൈവത്തിൻ്റെ മുമ്പിൽ അന്യ ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുകയില്ല എന്ന് നമ്മൾ ഉറച്ചു പറയണം. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. മറ്റുള്ളവർ അറിയണം നമ്മുടെ ദൈവം ആരെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഞങ്ങളുടെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല എന്ന് പറയുവാൻ തന്നെ ഓരോ മക്കളെയും കർത്താവ് അതിശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതലായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കണം. കർത്താവ് അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.